പക്ഷെ ഞങ്ങൾ ആരും വിശ്വസിച്ചില്ല. അത്യാവശ്യം മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 2.5 കൊല്ലമായിട്ടുള്ളൂ ഇവിടെ വന്ന് താമസിച്ചിട്ട്, ഒരു മോനും മോളുള്ളത്. ഈ പ്രദേശത്തുള്ളവർക്ക് ഇങ്ങനെ ഒരു വ്യക്തി ചെയ്യുമെന്ന് മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റണില്ല. ഇവിടെ ഒരു കുടുംബസംഗമം നടന്നപ്പോൾ അവിടെ ഇത് ചർച്ചയാവുകയും ചെയ്തു അല്ലേ വിഷയം? അത് കുടുംബസമ്മേളനം നടക്കുമ്പോൾ നമ്മൾ 10-20 വീട്ടുകാർ ഉള്ള സമ്മേളനമാണ് ഇത് കുടുംബസമ്മേളനം എന്ന് പറയുന്നത്. അപ്പോൾ പള്ളിയിൽ അച്ഛൻ വന്നപ്പോൾ ചുറ്റും പോലീസുകാർ ഈ പ്രദേശം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ പ്രദേശത്തേക്കാണ് കള്ളം വന്നേക്കണേന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, ഈ പ്രദേശത്ത് ഉള്ളവരൊന്നും ആയിരിക്കില്ലേ, കള്ളനെ ഒന്നും പിടിക്കില്ല എന്നുള്ളൊരു ധാരണയിൽ ആൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അതായത് പിടിക്കപ്പെടില്ല എന്നുള്ളത്. പിന്നെ ആള് മദ്യപിക്കുമെന്ന് പറയണ, നമ്മളൊക്കെ നേരിട്ട് നമ്മൾ കണ്ടൊന്നും ചെയ്തിട്ടില്ല. എന്താ ദൂർത്തെന്ന് നമുക്ക് അറിയില്ല. ആൾക്ക് ദൂർത്തുണ്ടായിരുന്നു ആൾക്കാർ പറയണു. ഇതൊരു ഞെട്ടൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത, എല്ലാവരോടും കൂടി ഇടപഴകി കഴിയുന്ന ഒരാൾ, ഒരു മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഇയാളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കള്ളത്തരം ഇത് ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. അത്